വെൽക്കം ടു എക്സാം ടിപ്സ്. തീർച്ചയായും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും സഹായകമായ രീതിയിൽ ഈ 3 പഠന രീതികളെയും സമഗ്രമായി താഴെ വിവരിക്കുന്നു. ഏകദേശം 5 മിനിറ്റ് സംസാരിക്കാൻ ആവശ്യമായ വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഠനത്തിൽ മികച്ച വിജയം നേടാനുള്ള 3 ശാസ്ത്രീയ വഴികൾ, ഒരു സമ്പൂർണ്ണ ഗൈഡ്. ആമുഖം. പല വിദ്യാർത്ഥികളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പഠിച്ചതൊന്നും പരീക്ഷാ ഹാളിൽ ഓർമ്മ വരുന്നില്ല എന്നത്. നമ്മൾ മണിക്കൂറുകളോളം പുസ്തകത്തിന് മുന്നിലിരുന്നാലും അത് തലച്ചോറിലേക്ക് കൃത്യമായി എത്തുന്നില്ലെങ്കിൽ ആ സമയം പാഴായി പോവുകയാണ് ചെയ്യുന്നത്. കേവലം വായന എന്നതിനപ്പുറം പഠനം എന്നതിലേക്ക് നമ്മൾ മാറണം. അതിനായി ലോകമെമ്പാടുമുള്ള ടോപ്പർമാരും ശാസ്ത്രജ്ഞരും നിർദ്ദേശിക്കുന്ന 3 പ്രധാന പഠന രീതികളാണ് ആക്റ്റീവ് റീകോൾ, എക്സ്പ്ലെയിൻ ടു സമ്വൺ, പിന്നെ മിസ്റ്റേക്ക് നോട്ട്ബുക്ക്. ഇത് കേവലം ഒരു ടിപ്സ് മാത്രമല്ല, നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള ശാസ്ത്രീയമായ വഴികളാണ്. ഇവ എങ്ങനെ കൃത്യമായി പ്രയോഗിക്കാമെന്ന് നോക്കാം. ആക്റ്റീവ് റീകോൾ, തലച്ചോറിനെ ഉണർത്തുക. പഠന പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണിത്. ഭൂരിഭാഗം വിദ്യാർത്ഥികളും ചെയ്യുന്ന തെറ്റ് പാസീവ് റിവ്യൂ ആണ്. അതായത് പുസ്തകം തുറന്നുവെച്ച് വരികൾ പലതവണ വായിക്കും. 3-4 തവണ വായിക്കുമ്പോൾ എനിക്കിതെല്ലാം അറിയാം എന്നൊരു തോന്നൽ തലച്ചോറിലുണ്ടാവും. ഇതിനെ ഇല്യൂഷൻ ഓഫ് കോമ്പിറ്റൻസ് എന്ന് വിളിക്കുന്നു. എന്നാൽ പുസ്തകം അടച്ചാൽ ഒന്നും ഓർമ്മയുണ്ടാവില്ല. എന്താണ് ചെയ്യേണ്ടത്? പഠിക്കാനെടുക്കുന്ന വിവരങ്ങൾ നമ്മുടെ തലച്ചോറിലേക്ക് തിരുകി കയറ്റുന്നതിനു പകരം തലച്ചോറിൽ നിന്ന് വിവരങ്ങൾ പുറത്തേക്കെടുക്കാൻ ശ്രമിക്കുന്ന രീതിയാണിത്. ഘട്ടം 1, ഒരു ടോപ്പിക് 5-10 മിനിറ്റ് ശ്രദ്ധിച്ച് വായിക്കുക. ഘട്ടം 2, ഉടൻ തന്നെ പുസ്തകം അടച്ചുവെക്കുക. ഘട്ടം 3, ഇപ്പോൾ വായിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സ്വയം ചോദിക്കുക. എന്തായിരുന്നു ആ ഡെഫിനിഷൻ? ആ ഫോർമുല എങ്ങനെയായിരുന്നു? ഇത് വെറുതെ ആലോചിക്കാതെ ഒരു പേപ്പറിൽ എഴുതുകയോ ഉറക്കെ പറയുകയോ ചെയ്യുക. ഘട്ടം 4, മറന്നുപോയ ഭാഗങ്ങൾ മാത്രം വീണ്ടും പുസ്തകം തുറന്നു നോക്കി പഠിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തലച്ചോറിലെ ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധം ശക്തമാവുകയും ആ വിവരം ലോങ് ടേം മെമ്മറിയിലേക്ക് മാറുകയും ചെയ്യുന്നു. എക്സ്പ്ലെയിൻ ടു സമ്വൺ, ഫെയ്ൻമാൻ ടെക്നിക്. മഹാനായ ഭൗതികശാസ്ത്രജ്ഞൻ റിച്ചാർഡ് ഫെയ്ൻമാൻ വികസിപ്പിച്ചെടുത്ത ഒരു രീതിയാണിത്. നിങ്ങൾക്കൊരു കാര്യം ലളിതമായി വിവരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലായിട്ടില്ല എന്നാണ്. ഇതിന്റെ പ്രായോഗിക രീതി: നിങ്ങൾ പഠിച്ച ഒരു പാഠഭാഗം നിങ്ങളുടെ ഒരു സുഹൃത്തിനോ അല്ലെങ്കിൽ വീട്ടിലെ ആർക്കെങ്കിലും ലളിതമായി പറഞ്ഞുകൊടുക്കുക. ആരുമില്ലെങ്കിൽ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്നോ അല്ലെങ്കിൽ മുറിയുടെ ഭിത്തിയെ നോക്കിയോ സംസാരിക്കാം. ഉദാഹരണത്തിന്, ഒരു കെമിക്കൽ റിയാക്ഷനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതൊരു കഥ പോലെ മറ്റൊരാൾക്ക് വിവരിച്ചു കൊടുക്കുക. ആദ്യം ഈ 2 സാധനങ്ങൾ ചേരുന്നു, അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു എന്നിങ്ങനെ. ഗുണം: നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് ആ വിവരങ്ങളെ ഏറ്റവും ലളിതമായ രീതിയിൽ അടുക്കിവെക്കുന്നു. സംസാരിക്കുന്നതിലൂടെ ആ വിഷയം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നു. പരീക്ഷാ ഹാളിൽ ചോദ്യം കാണുമ്പോൾ നമ്മൾ ആരോടോ പറഞ്ഞ അതേ വാക്കുകൾ ഉത്തരങ്ങളായി മനസ്സിലേക്ക് ഓടിയെത്തും. മിസ്റ്റേക്ക് നോട്ട്ബുക്ക്, തെറ്റുകളിൽ നിന്ന് പഠിക്കുക. പരീക്ഷ ജയിക്കാൻ എന്ത് പഠിക്കണം എന്നറിയുന്നതിനേക്കാൾ പ്രധാനമാണ് എവിടെയാണ് എനിക്ക് തെറ്റുപറ്റുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. ടോപ്പർമാരുടെ ഒരു പ്രധാന രഹസ്യമാണിത്. എങ്ങനെ ഒരു മിസ്റ്റേക്ക് നോട്ട്ബുക്ക് തയ്യാറാക്കാം? ഒരു ചെറിയ ഡയറിയോ നോട്ട്ബുക്കോ ഇതിനായി മാറ്റിവെക്കുക. നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എഴുതുമ്പോഴോ അല്ലെങ്കിൽ സാധാരണ പഠിക്കുമ്പോഴോ വരുത്തുന്ന ചെറിയ തെറ്റുകൾ പോലും ഇതിൽ കുറിച്ചുവെക്കുക. ഉദാഹരണത്തിന്, ഈ സമവാക്യത്തിൽ പ്ലസ് ചിഹ്നത്തിനു പകരം മൈനസ് എന്ന് എഴുതിപ്പോകുന്നു. ഈ ഡെഫിനിഷനിൽ ഈ ഒരു പ്രത്യേക വാക്ക് ഞാൻ എപ്പോഴും മറക്കുന്നു. മാത്സ് പ്രോബ്ലം ചെയ്യുമ്പോൾ യൂണിറ്റ് എഴുതാൻ വിട്ടുപോകുന്നു. പരീക്ഷയുടെ തലേദിവസം മുഴുവൻ പുസ്തകവും മറിച്ചു നോക്കുന്നതിന് പകരം ഈ മിസ്റ്റേക്ക് നോട്ട്ബുക്ക് മാത്രം നോക്കുക. മുൻപ് ചെയ്ത തെറ്റുകൾ ആവർത്തിക്കില്ല ഉറപ്പാക്കുന്നതിലൂടെ നിങ്ങളുടെ മാർക്ക് ഗണ്യമായി വർദ്ധിക്കുന്നു. ബോണസ് ടിപ്പ്: 25 റൂൾ, ഫോക്കസ് ബൂസ്റ്റർ. നമ്മുടെ ശ്രദ്ധാകേന്ദ്രം, അറ്റൻഷൻ സ്പാൻ പരിമിതമാണ്. 1 മണിക്കൂർ തുടർച്ചയായി ഇരുന്ന് പഠിച്ചാൽ അതിൽ ആദ്യത്തെ 20 മിനിറ്റ് മാത്രമേ കാര്യക്ഷമമായി നടക്കൂ. അതിനാലാണ് 25 റൂൾ ഉപയോഗിക്കുന്നത്. 20 മിനിറ്റ് പൂർണ്ണമായ ശ്രദ്ധയോടെ പഠിക്കുക. മൊബൈൽ ഫോൺ ദൂരേക്ക് മാറ്റിവെക്കുക. 5 മിനിറ്റ് ഒരു ബ്രേക്ക് എടുക്കുക. വെള്ളം കുടിക്കുകയോ നടക്കുകയോ ചെയ്യാം. ഇത് 3 തവണ ആവർത്തിച്ച ശേഷം 15 മിനിറ്റ് നീണ്ട ബ്രേക്ക് എടുക്കാം. ഇത് തലച്ചോറിന് തളർച്ചയില്ലാതെ കൂടുതൽ സമയം പഠിക്കാൻ സഹായിക്കും. ഉപസംഹാരവും പരീക്ഷാ ടിപ്സും. ചുരുക്കത്തിൽ, വെറുതെ വായിച്ചു തീർക്കുന്നതിന് പകരം ആക്റ്റീവ് റീകോൾ വഴി വിവരങ്ങൾ പുറത്തെടുക്കുക. എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെ അറിവ് ഉറപ്പിക്കുക. മിസ്റ്റേക്ക് നോട്ട്ബുക്ക് വഴി പരാജയ സാധ്യതകൾ ഇല്ലാതാക്കുക. പരീക്ഷാ ഹാളിലേക്ക് ചില പ്രത്യേക നിർദ്ദേശങ്ങൾ: ചോദ്യം ശ്രദ്ധിച്ചു വായിക്കുക. പകുതി മാത്രം വായിച്ച് ഉത്തരമെഴുതാൻ തുടങ്ങരുത്. സമയം ക്രമീകരിക്കുക. എളുപ്പമുള്ള ചോദ്യങ്ങൾ ആദ്യം എഴുതി ആത്മവിശ്വാസം കൂട്ടുക. പ്രസന്റേഷൻ പോയിന്റുകളായി എഴുതാനും ഡയഗ്രമുകൾ ഉൾപ്പെടുത്താനും ശ്രമിക്കുക. ഈ രീതികൾ കൃത്യമായി പിന്തുടർന്നാൽ
പഠിച്ചതൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന പരാതി മാറി ഏത് പരീക്ഷയിലും മികച്ച വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസത്തോടെ തുടങ്ങൂ, വിജയം ഉറപ്പാണ്. ഇതുപോലെ ടിപ്സ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.